മറ്റു വാർത്തകളിലേക്ക്. ആശാസമരത്തിൽ പുതിയ നീക്കവുമായി കോൺഗ്രസ്. UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ ആശാമാർക്ക് പ്രത്യേക ഇൻസെന്റീവ് ഏർപ്പെടുത്തും. ഇത് സംബന്ധിച്ച് കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് KPCC ഉടൻ സർക്കുലർ നൽകും. KR സാജു വിവരങ്ങളുമായി ചേരുന്നു. സാജു, ഇതിനുള്ള പണം എങ്ങനെ കണ്ടെത്തും? പണം കണ്ടെത്തേണ്ടത് അതായത് തദ്ദേശ സ്ഥാപനങ്ങൾ തന്നെയാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിൽ നിന്നും അവർക്ക് പണം കണ്ടെത്താനും കഴിയുന്നതാണ്. ഇപ്പോൾ 2 പഞ്ചായത്തുകൾ കോൺഗ്രസ് ഭരിക്കുന്നത് സമാനമായ തീരുമാനം നേരത്തെ എടുത്തിട്ടുണ്ട്. ചേലക്കരയിലെ ഒരു പഞ്ചായത്തും അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലെ തൊടിയൂർ പഞ്ചായത്തുമാണ്. ഇവർ 2000 രൂപ വീതം പഞ്ചായത്തിന്റെ വക ഇൻസെന്റീവായി ആശാ വർക്കർമാർക്ക് നൽകുന്നുണ്ട്. ആ രീതിയിൽ കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുകൾ എല്ലാം തന്നെ ഒരു നിശ്ചിത പണം ഇൻസെന്റീവായി, ഒരു അധിക ഇൻസെന്റീവ് എന്ന നിലയിൽ ആശമാർക്ക് നൽകുക എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലുള്ളത്. ഇത് സംബന്ധിച്ച നിർദ്ദേശം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരിക്കുന്ന കോൺഗ്രസിന്റെ പ്രസിഡന്റുമാർക്ക് KPCC അധ്യക്ഷൻ നേരിട്ട് നൽകും. ഇത് സംബന്ധിച്ച സർക്കുലർ അടുത്ത ദിവസം തന്നെ പുറത്തിറക്കും എന്നാണ് KPCC വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ആശാ സമരത്തോട് ഒരു രീതിയിലും മുഖം കൊടുക്കാത്ത സമീപനം സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നു എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ആ സമരത്തിനു ഉറച്ച പിന്തുണയുമായി ദിവസവും കോൺഗ്രസ് നേതാക്കൾ ആ സമരപ്പന്തലിലേക്ക് എത്തുന്നതാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ കാഴ്ച. അവിടെയാണ് ഒരു ചുവട് കൂടി സർക്കാരിന്റെ സമീപനം ഇതാണെങ്കിൽ ഞങ്ങൾക്ക് അതിനപ്പുറം ചില നിർദ്ദേശങ്ങളുണ്ട്, അത് ഞങ്ങൾ പ്രായോഗികമായി കാണിച്ചു തരാം എന്ന രീതിയിലാണ് കോൺഗ്രസ് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുന്നത് എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. അജിബ്സ്. ശരി സാജു.